പേപ്പർ തുറന്ന പീഡന വാർത്തയും മീറ്റവും മാത്രമേ ഉള്ളല്ലോ. മനുഷ്യൻ്റെ ഇന്നത്തെ ദിവസം നെഗറ്റീവായി പോകും. ഇന്ന് പേപ്പർ വായിച്ചില്ലെങ്കിൽ ഒന്നും വരാൻ പാടില്ല. One, 2, 3, 4, 5. Okay. ഒരുത്തര് കട്ടൻ, ഒരുത്തര് പാല്. ആഹാ, നേരം വെളുത്ത് എണിറ്റപ്പോ തുടങ്ങിയുള്ള മേക്കപ്പ് ആണല്ലോ. സുന്ദരനായിട്ടുണ്ടല്ലോ. കോളേജിലേക്കാന്ന് പറഞ്ഞിട്ടാണോ ഈ കണ്ണ് കാണാൻ വല്ലത്? ഏത് കണ്ണാടിട്ടാ നോക്കണത്? ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട മണിയെ. അത് ചങ്ങാതി നല്ലതല്ലോ. പിന്നെ നീ കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്നാ നിനക്കുള്ള പാല്. എന്റെ പൊന്ന് ഗാനഗന്ധർവ, പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വാ. ആ ബോസ് വരാറായിട്ടുണ്ട്. ഗാനഗന്ധർവനോ? ഞാനോ? പിന്നല്ലാതെ. അത് നമ്മുടെ ദാസേട്ടൻ മാത്രമാ. Now to full of breaking song, you have the better place to make to fly the one and only man. He is a boss. He is a boss. He is a boss. Boss. He is a boss. ഇയാൾക്ക് പറ്റിയവര് രാഘവേൽ രാജൻ തന്നെ കേട്ടാ. രാഘവേൽ രാജനോ? അതാ ദേവൻ ഒരു ദിവസം സ്റ്റേ ഇല്ലാത്ത ദിവസം ഇയാള് രാഘവേൽ പാടി എന്നുള്ള പാട്ടില്ലേ, അത് പാടി. നാട്ടുകാരൊരു 27 പ്രാവശ്യം കൂടി പാടിച്ചു. രാഘവേൽ രാജൻ എന്ന് ഇവിടെ വേറെ രാഘുയിൽ പാടി പിടി. എല്ലാവരും ഓക്കെ അല്ല? പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. കോളേജാണ്, നല്ല കളറുകൾ ഉണ്ടാവും. ആരും പ്രശ്നം ഉണ്ടാക്കരുത്. ഈ ഞാൻ പോലും എന്നെ കൺട്രോൾ ചെയ്തിട്ടാ വന്നേക്കണത്. മനസ്സിലായല്ല? അതെന്നെ നോക്കി പറയണ എന്തിനാണ്? നിന്നെ മാത്രം എനിക്ക് പേടിയുള്ളൂ. പിന്നെ അളിയൻ ചെളിയൻസ് ആവരുത്. ഞാൻ ജോസ് പ്രകാശ് അല്ല. ഇത് ഞങ്ങളുടെ ശൈലിയാണ് ബോസ്. എല്ലാം റെഡിയാണല്ലോ. അപ്പൊ ഇറങ്ങാം. ആ മാമുട്ടി വന്നില്ല. അവനിതെവിടെ പോയി? അവൻ മെറീനെ വിളിക്കാൻ വെക്കണല്ലേ? വിളിച്ചു നോക്ക്. അവനെ ഞാൻ ഇന്ന് എന്റെ ജിയോ ഭഗവാനെ കാത്തോണേ. ബെല്ലുണ്ട് ബെല്ലുണ്ട്. എടാ മാമൂട്ടി, നീ ഇതെവിടെയാണ്? ബോസേ, ഞാൻ എത്തി. മെറീനെ കോളേജിലേക്ക് എത്താന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കാവൂ. ബോസേ, ഒന്ന് ടെൻഷനാകാതിരിക്കി. നിനക്കൊന്നും പ്രശ്നമില്ല. പരിപാടി നടന്നില്ല തല്ലുകൊള്ളണം. ഞാനേ തല്ലുകൊള്ളുള്ളൂ. കേസും എന്റെ പേരിൽ. 10 മിനിറ്റ് ഒന്നും പറഞ്ഞില്ലേ? 10 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് 10 തവണയായി. അവനത് മാറ്റി പറഞ്ഞില്ല. പറയട്ടെ, അവനെ കൊല്ലും ഞാൻ. കിട്ടണല്ലോ. ട്രോളന്മാരത് എങ്ങനെ കണ്ടുപിടിക്കാന്ന്? കൊള്ളാലടതിന്റെ ബനിയൻ, നല്ല ഡിസൈൻ. ഇത് പഴയത് 2 ഉണ്ടാവും ഇതുപോലത്തെ. ഇനി എന്തിനാണ്? ഗ്യാപ്പിലിടാ. എന്റെ സെയിം മജന്ത കളർ ഉണ്ട്. ഓ, ഇതൊക്കെ എന്താടാ? എന്താടാ? ഞാനെപ്പോഴാ ശ്രദ്ധിച്ചത്? എടാ പൊട്ട, ബട്ടർ ഇട്ടിട്ടില്ല. ഓക്കല്ലേ? ഇത് മ്യൂസിക് ബാൻഡ്, അത് ഊളന്മാരുടെ ബാൻഡാ. ഊളന്മാരുടെ അല്ല, മ്യൂസിക് ബാൻഡ്. എടാ, അത് തിരിച്ചായിട്ടേക്കണെന്ന്. എടാ, ഇത് തിരിച്ചായിട്ടിരിക്കണത്. അയ്യോ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല കാര്യത്തിനിറങ്ങുമ്പോൾ ഇതുപോലെ പൊട്ടിക്കരുതെന്ന്. ഇത് ഞാൻ മനഃപൂർവ്വമല്ല. പിന്നെ ദൈവം തന്ന BP അല്ലേ? ഇതായിരിക്കാൻ പറ്റുമോ? നിനക്കിത് BP ആയിരിക്കും, ഞങ്ങൾക്ക് ഇത് അനുഭവം. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ ഡോക്ടർ പോയി കാണാനായിട്ട്? നീ പോയാ? എത്ര പേരെ കണ്ട്. എന്നിട്ട് ഗ്യാസിന്റെ മരുന്ന് നിന്ന് വിടും. ഈ ഒച്ച മാറാനായിട്ട് വൈദ്യശാസ്ത്രത്തിന് മരുന്നില്ലെന്നാ പറയണത്. എടാ, നീ ഒരു ഒറ്റ ദിവസം അവരോട് പോയി താമസിക്കും. അവരെങ്ങനെയെങ്കിലും മരുന്ന് കണ്ടുപിടിക്കും. പിന്നെ എന്റെ അമ്മോ, ഞാൻ പോയി ഇച്ചിരി ശുദ്ധമായി ശ്വസിക്കട്ടെ. ഈ പറമ്പിലുണ്ടാവൂല, അടുത്ത പറമ്പിൽ പോയി ശ്വസിക്കാം. നീയാളാ ശരിക്കുള്ള ചങ്ക്. നീ ഒരടി പോലും മാറിയില്ല. ഓടപട്ടി. വണ്ടിയിലെല്ലാം പോയി. ഇതാണോ അതിന്റെ 10 മിനിറ്റ്?
എന്റെ പൊന്നു മാമൂട്ടി, ഇവിടെ അത്യാവശ്യ കാര്യങ്ങളുള്ളപ്പോ നീ ഇങ്ങനെ പ്രധാനമന്ത്രിയെ പോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങാണെന്നല്ല എങ്ങനെയാ? എവിടെയായിരുന്നു ഇതുവരെ? അത് പിന്നെ വണ്ടി അരിച്ചിട്. ഒരു 10 മിനിറ്റ്. അതിനും 10 മിനിറ്റാ? ഇപ്പൊ തിരിച്ചിടാന്ന്. അല്ല ഇന്ന് എവിടെ മക്കളെ ഗാനമേള? ഇവിടെ അടുത്തൊരു കോളേജിലെത്താ. പലഹാരത്തിന്റെ മണം അടിക്കാതെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതെവിടെയും പോയിട്ടുണ്ടാവും. ഓ ഓക്കൊരു പനി. ആണാ? ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. പാത്തൂന് കല്യാണമല്ലോ വന്ന് കേട്ടു. ഞാൻ ഓർത്ത് പാത്തൂനെ കെട്ടിച്ച് ഇത്ത പരീക്ഷക്ക് പോയിട്ടുണ്ടാവും. ഓ അതൊന്നും നടക്കൂല മോനെ. ഇത്തൊരു വാക്കും കൂടെ പറ. നമ്മള് നടത്തും, നടത്തിയിരിക്കും. ആഹാ എന്നെ വിളിച്ചാ? ഓ ആവശ്യമുള്ള സമയത്ത് വിളിച്ച് ഒരുത്തനും വരില്ല. ഇത്ത ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? ഓൾക്ക് 20 വയസ്സ് കഴിഞ്ഞേക്കണ്. വരുന്ന ചെക്കന്മാർക്കൊന്നും ഓളെ പിടിക്കൂല. ഇനി ഓക്ക് പിടിച്ച ചെക്കന്മാർക്കൊന്നും ഓടെ പഠിപ്പും പിടിക്കൂല. പാത്തു എത്ര വരെ പഠിച്ചു? 10. ഛേ, 10 വരെ പഠിച്ചില്ലേ? 10 കൊല്ലം പഠിച്ചു. പക്ഷെ 6ാം ക്ലാസ് വരെ എത്തിയുള്ളൂ. ഓ ഒന്ന് പോവുമ്മ. ഇപ്പൊ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. മമ്മൂട്ടിക്ക തട്ടിയത് ഞാൻ അറിഞ്ഞേയില്ല. കഷ്ടം. ടീപ്പർ ഇടിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ലോകത്തിലെ ഒരേ ഒരാൾ മാത്രമായിരിക്കും. അവനെങ്കിലും പ്രേമിക്കട്ടെ. ആ ഉടനെ തന്നെ പാത്തുന്റെ കല്യാണം നടക്കോട്ടാ. ഇൻഷാ അല്ലാ. മോനൊന്ന് പ്രാർത്ഥിക്കേ. ഓ പോയി വണ്ടി എടുക്കടാ. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ മക്കളെ. ഞങ്ങള് ചെല്ലല്ലോ അടിച്ചു പൊളിക്കലൊക്കെ ഓ നാട്ടുകാരാ. വണ്ടി എടുക്കടാ. അത് മലയല്ലടാ, പർവ്വതം. വണ്ടി വിടറാ. എന്തത് പിണ്ടാണ്ടിരിക്കുള്ളവരെ? എന്തത്? സൈലൻസ് സൈലൻസ് സൈലൻസ്. അവിടെ ഇരിക്കണത്. സൈലൻസ് 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 സൈലൻസ്. എന്റെ അച്ഛോ, ഇന്നത്തെ കാലത്ത് ഈ പഴഞ്ച ടീമിനുള്ളത് പുതിയ ടീമിനൊന്നും കിട്ടിയില്ല. എന്താണ് ഇതിനൊരു കുറവ്? കാണിച്ചടാ നിനക്ക്. ഇന്നാ പിടിച്ചോ. ആ ഇത് കൊള്ളാടാ, ഇതെടുത്തോ. ഇത് ഏതാ കളറ്? ബ്രൗണാ സാറേ. നല്ല കളറാടാ. ബ്ലാക്ക് ഇല്ലേ? ഉണ്ടല്ലോ. എനിക്ക് ബ്ലാക്ക് എടുത്തോ. സാറിന് ബ്ലാക്ക് ഇഷ്ടല്ലേ? ബ്രൗൺ എന്ന് പറയുമ്പോ അതൊരു സങ്കല്പ കളർ മാത്ര. എനിക്ക് ബ്ലാക്ക് മതി. അതാവുമ്പോ എന്റെ കണ്ണിന്റെ കളറല്ലേ. അല്ലട മണി? എന്നാ ഇത് സൈസ് കറക്റ്റാ. ഇത് പാക്ക് ചെയ്തോ. ഓക്കെ ശരി സാർ. താങ്ക് യു സാർ. ശരി എന്നാ. താങ്ക് യു സാർ. ദേടാ നീ മേടിക്കണം പറഞ്ഞ സാധനം എന്ത്? മറ്റേ ചക്രമുള്ള ഷൂ. എവിടെ? ദേ ചക്ര ഷൂ അല്ല, ഇതാണ് റോളർ സ്കേറ്റ്. മനസ്സിലായോ? നീ ഒന്ന് ഇട്ടോക്കിയടാ. സാറേ ഇതിട്ട് സഞ്ചരിക്കാൻ ഇച്ചിരി ബാലൻസ് വേണം. മാത്രമല്ല തെറ്റിദ്ധരിക്കരുത്. സാറിനെ പോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക്. അതിന് ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് തിരക്കളർ റോട്ടിൽ കൂടി ഓടിച്ചു പോകാനല്ല. എന്റെ തോളി പിടിച്ചിട്ട് ഇവൻ എന്റെ റൂമിൽ കൂടി നടക്കണം. ഇത് ഇവന്റെ ഒരു ആഗ്രഹം. സോറി സാർ. അല്ലടാ. അതെ. നീ ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് ഇട്ട് നോക്ക്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സാർ. ഓക്കെ. എന്റെ ജോഡി ഇവിടെ ഇരിപ്പുണ്ട്. നടക്ക്. കൊള്ളാവടാ അത്? നല്ലതാടാ. ഇതൊക്കെ ഇട്ടിട്ട് ഒരേ പണക്കാര് പിള്ളേര് പറന്ന് നടക്കുന്നതാണ്. ഹലോ, ആണാ? ഒരു 2000 രൂപയെങ്കിലും കൂടുതൽ മേടിച്ചോട്ടാ. ഓട്ടം കൂടുതലാണേ. അത് മാത്രമല്ലട്ടാ, എന്നെ വേറെ ട്രൂപ്പിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വിളിക്കുന്നുണ്ട് പരിപാടിക്ക്. ഏഞ്ചൽ വോയിസിൽ നിന്ന് ആദ്യം വിളിച്ചത്, അവർ അഡ്വാൻസ് ആയിട്ട് വന്നതാ. ആ ഇതിപ്പോ കഴിയും. ഞാനും ദേവനും കൂടി ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി മാളിൽ വന്നതാ. ഏടാ നിന്നെ പോലത്തെ അടുത്ത് പോണ്ട. എടാ അവിടെ നിൽക്ക. മണിയേ, മണി
മണി ആഹാ, വീണാ? മേഡത്തിന് എന്താ പറ്റി? ഒരു വണ്ടി മേടിച്ചെന്ന് ലൈസൻസ് ഇല്ലാണ്ട് പോരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ? എണീറ്റ്. പതുക്കെ അവിടെ ഇരുന്നോളൂ. നിനക്കൊല്ലം പറ്റിയ എനിക്കൊന്നും പറ്റിയില്ല. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ ആ കുട്ടിയുടെ ആൾക്കാർ നോക്കിക്കോളൂ. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല മേഡം. ഒന്നുമില്ല മേഡം, ഒന്നുമില്ല. ഇപ്പൊ കാര്യമായിട്ട് പറ്റിയിട്ടില്ലെന്ന് പറയും. നമ്മളോട് പൈസ മേടിക്കാനുള്ള ഇടവായിരിക്കും. വേദന തോന്നുന്നുണ്ടോ? ചേച്ചി എന്താ പറ്റിയേ? മോളെ, നിന്നെ കാണാതായപ്പോ ഞാനൊന്ന് നടന്നു. ഒരാളായിട്ട് കൂട്ടിമുട്ടിയതാ. അയാൾ അറിഞ്ഞോണ്ട് മുട്ടിയത് തന്നെയാണോ? അല്ലാന്ന് തോന്നുന്നു. നീ എന്താ ആലോചിക്കുന്നത്? ആ പെൺകുട്ടിക്ക് ഞാൻ വരുമ്പോ മാറായിരുന്നില്ല. നീ അത് വിട്ടില്ലേ? ആ എടാ, ഞാൻ പറയാൻ മറന്നുപോയി. എന്താടാ? ആ കുട്ടിക്കും കണ്ടാണില്ലടാ. ശരിക്കും ആ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റാനാവും. അയ്യോ, എന്താ ചോര മുറിഞ്ഞിട്ടുണ്ടല്ലോ. മുറിഞ്ഞിട്ടുണ്ടല്ലേ? ചേട്ടാ, വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടാ. ഹോസ്പിറ്റലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ചേച്ചി പതുക്കെ. ചിറ്റേ, അയ്യോ, ചിറ്റയുടെ കയ്യിലെന്ത് പറ്റി? എന്താ കല്യാണി? ഒന്നുമില്ലേട്ടാ. ഇതെന്താ പറ്റിയേ? അത് അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. ഈ കല്യാണി മോളുടെ കയ്യിൽ എന്താ പറ്റിയെന്ന് നോക്കിയേ. ഇത് കണ്ടോ അമ്മേ? എന്താ മോളെ? ഈശ്വരാ, ഇതെവിടെ തട്ടിയതാണല്ലോ. ഇതെങ്ങനെ പറ്റി മോളെ? എന്താടി മീനാക്ഷി? അത് ചേട്ടാ, എന്താ മീനാക്ഷി പറ്റിയേ? ഒന്നുമില്ലേട്ടാ. ആരെയോ തട്ടി ചേച്ചി പതിയൊന്ന് വീണതാ. നീ ഇല്ലായിരുന്നോടി കൂടെ? ചേച്ചിയുടെ ഡ്രസ്സ് വാങ്ങാൻ ജസ്റ്റ് ഒന്ന് മാറിയതാ. അപ്പോഴാ. സാരല്ലേ ചേട്ടാ, വെറുതെ ഒന്ന് തട്ടിയതേ ഉള്ളൂ. നിങ്ങൾ പോയിക്കോളൂ. വാ ചേച്ചി. അമ്മ ഇപ്പൊ വരാട്ടോ. നീ അങ്ങോട്ടാ? ഞാൻ ആ സ്ഥലത്തിന്റെ കാര്യത്തിന് പോവാ. ഡേറ്റ് എല്ലാം മാറിപ്പോയാണല്ലോ. പറ്റില്ല, വിട്ടേക്കാം നമുക്ക്. ഹേയ്, വിടാനാണെങ്കിൽ പണിക്കിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പഴയ പോലല്ല, എപ്പോഴും അത് ഓർമ്മ വേണം. ഞാൻ വഴി ഉണ്ടാക്കിക്കോളാം ഏട്ടാ. നിങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ? പ്രശ്നമാവോ? എന്തു പ്രശ്നം? കച്ചവടത്തിൽ എന്ത് സൗഹൃദമാണ്? ജയനും മോശമൊന്നുമല്ലല്ലോ. എന്റെ ചേട്ടാ, ചേട്ടന്റെ പെട്ടിയിലും പണം വരണം, എന്റെ പെട്ടിയിലും വരണം. അതാണ് എന്റെ പോളിസി. എന്നാലും നമ്മൾ തരവഴിയാ കാണിക്കുന്നു വിചാരിക്കുമ്പോ തലയൊന്ന് പെരുക്കോ. 2 എണ്ണം അടിച്ചാ ആ പെരുപ്പ് അങ്ങ് മാറും. പറയട്ടെ? പറ. 2 ഡബിൾ ലാർജ്. നാണം കെട്ടവനെ, ഇവൻ കാണിച്ചത് ചെറ്റത്തരവാ. അത് ഇവന്റെ കൂടെ പറപ്പാ. പക്ഷെ നീ കാണിച്ചത് തന്തയില്ലായ്മയാ. ജയ, ഇത് കച്ചവടമാ. കച്ചവടത്തിൽ പല കളിയും നടക്കും. അതേടാ, കളിക്കാനാ ഞാൻ വന്നത്. നീ ഇവിടെ നിന്നെങ്ങാനും എണീറ്റാ നിന്നെ ഞാൻ കൊല്ലും. നാളെ ഈ കച്ചവടം പറഞ്ഞതിൽ നിന്ന് 1 ലക്ഷം താഴ്ത്തി ഞാൻ വാങ്ങും. കേട്ടോടാ? അതിനിടയിലേക്ക് എങ്ങാനും നീ കയറി വന്നാ
നിന്റെ ശാപം ഞാൻ പെട്ടിയിൽ വീഴ്ത്തും. എന്താണിത്? ഇതൊരു മാലയാണെന്ന് തോന്നുന്നു. മാലയാണെന്ന് തോന്നുന്നു. എവിടെ നിന്ന്? ആ കുട്ടിയുടെ. ഏത് കുട്ടിയുടെ? അത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? വീണപ്പോ വാച്ചിലുടക്കിയതാ. തന്നെ കാണിട്ടടാ. ഇത് സ്വർണ്ണമാണല്ലോ. ഈശ്വര, ഇവൻ നല്ല തല്ലാണല്ലോ കോരിക്കൊണ്ട് നിൽക്കണത്. നമുക്കിത് തിരിച്ചു കൊടുത്താലോ? ഇതാരെന്ന് വെച്ച് തിരിച്ചു കൊടുക്കും? അവിടെ വെച്ച് ചെയ്ത പെൺകുട്ടികള് മാഡം പേടിക്കണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടു. ആ, അതൊക്കെ ശ്രദ്ധിച്ചല്ലേ. അത് ആ ഫ്ലവർ ഷോപ്പിൽ പെൺപിള്ളേരായിക്കുള്ളൂ. അവരോട് വെച്ച് ചിലപ്പോൾ അറിയാൻ പറ്റും. എന്നാലും ആദ്യമായിട്ടാ ഇത്രയടുത്ത് ഞാനൊരു പെൺകുട്ടിയുമായി. ഞാനും അവളും വീണപ്പോ അവളുടെ മുടിയിഴകൾ എൻ്റെ മുഖത്ത് തട്ടി. തട്ടിയപ്പോ ചുറ്റുമുള്ള ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നിനക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ആ കുട്ടി ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ? പിന്നെ ഏതോ ഒരു തെണ്ടി ഇടങ്കാലിട്ടെന്ന് പറഞ്ഞ ആ പെണ്ണ് കിടന്ന് ഇപ്പൊ പ്രാഗുണ്ടാവും. ഒന്ന് പോടാ.